അനുമതി കൊടുത്തതിന്റെ പിറ്റേ ദിവസം ഓരോ സ്കൂളിന്റെ മാനേജർമാരും പ്രിൻസിപ്പൽമാരും പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ +2 സ്കൂളുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും വാങ്ങിയിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴല്ലേ അബ്ദുൾ റബ്ബ് പറഞ്ഞത്, എന്ത് എന്റെ ഓഫീസിൽ ആരെങ്കിലും അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ പുറത്താക്കും എന്ന് പറഞ്ഞ നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ കള്ളൻ അൻസാരി ആ നിമിഷം രാജിവെച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പോയി. ഇപ്പോ എന്താ കാണുന്നത്? ജാതിമത സാമുദായിക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് അനുമതി കൊടുക്കുകയാണ്. പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യാഭ്യാസം നേടണം. ആ സമുദായത്തിന്റെ പേര് പറഞ്ഞു നടക്കുന്ന മുസ്ലിം ലീഗുകാരനടക്കം നടക്കുന്ന അരീക്കോട് സുല്ലമുസലാം സ്കൂളിലാണ് 9ാം ക്ലാസ്സുകാരിയായ മിസ്ല എന്റെ 10ാം ക്ലാസ്സിലെ പുസ്തകം സ്കൂളിൽ മേൽ കയറ്റി വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ നാട്ടിലെ ലീഗുകാരൻ പ്രസംഗിക്കുകയാണ്, എന്ത് അങ്ങനെ ഒരുപാട് കുട്ടികൾ റിസൾട്ട് വരുമ്പോൾ മറിക്കാറുണ്ട്. ഉണ്ട്, ലീഗ് ഉണ്ട്, ഇല്ല എന്ന് നിഷേധിക്കുന്നില്ല. പക്ഷേ മിസ്ല തന്റെ പേര് നോട്ടീസ് ബോർഡിൽ നോക്കുന്ന സമയത്ത് തന്റെ പേരില്ല എന്ന് കണ്ട് ഓടിപ്പോയി കയറെടുത്ത് തൂങ്ങിയതല്ല, മറിച്ച് ആ കുട്ടി പേരില്ല എന്ന് കണ്ടപ്പോൾ ഹെഡ്മാസ്റ്ററുടെ റൂമിലേക്ക് ചെന്ന് കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ ജയിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ മറ്റൊരു സ്കൂളിലേക്ക് TC തന്നു വിടണം. അപ്പോ 13 വയസ്സായവരെ പീഡിപ്പിച്ച് പരിചയമുള്ള സംഘടനയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മൂപ്പര് പറഞ്ഞു, മോളെ ഉമ്മാനോട് കെട്ടിച്ചയക്കാൻ പറയൂ. തിരിച്ച ആ കുട്ടി റോഡിലൂടെ നടന്നു വരുമ്പോ 162 രൂപക്ക് തൊഴിലുറപ്പ് പദ്ധതി പൊരിവെയിലത്ത് ജോലി ചെയ്യുന്ന ഉമ്മയോട് എന്നെ വീണ്ടും തോൽപ്പിച്ചിരിക്കുന്നു ഉമ്മ, അതുകൊണ്ട് എന്നെ TC തന്ന് മറ്റൊരു സ്കൂളിലേക്ക് വിടണം എന്ന് പറഞ്ഞപ്പോ നമുക്ക് ക്ലാസ് ടീച്ചറെ പോയി കാണാം, എന്റെ കുട്ടി പോയിക്കോളൂ, 5 മണിക്ക് ഞാൻ വീട്ടിലെത്തും എന്ന് പറഞ്ഞ് ഉമ്മ പറഞ്ഞയച്ചു. വീട്ടിലേക്ക് കയറി ചെന്ന കുട്ടി തളർന്നു കിടക്കുന്ന ബാപ്പയുടെ അടുത്ത് ഉമ്മ വെച്ച ഫോണുണ്ട്. ആ ഫോണിലെ 12 രൂപ 50 പൈസ തീരുന്നത് വരെ ക്ലാസ് ടീച്ചറോട് എന്നെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ആ ക്ലാസ് ടീച്ചറും കഴിയൊഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി ഈ കേരളത്തിലെ മക്കൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തത്. അവിടെ ഇടതുപക്ഷ യുവജന സംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും സമരം നടത്തിയതിന്റെ ഭാഗമായി 62 കുട്ടികളെ കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ചരിത്രത്തിൽ ആദ്യമായി 9ാം ക്ലാസ്സിൽ പരീക്ഷ നടത്തി 20 ദിവസം കൊണ്ട് 62 കുട്ടികളെയും വിജയിപ്പിച്ചു അവര്. ഞാൻ ചോദിക്കാറുണ്ട് അരീക്കോട്ടുകാരോട്, പിന്നെ ഒരു കൊല്ലം അവർ എന്ത് തേങ്ങാക്കൊല അവിടെ പഠിപ്പിച്ചിരുന്നു? 20 ദിവസം കൊണ്ട് 62 കുട്ടികളെ 1 വർഷത്തെ സിലബസ് പഠിപ്പിച്ച് ഇവർ ജയിപ്പിക്കാൻ കഴിയും. ആ ശ്രദ്ധ മിസ്ല മരിക്കുന്നതിന് മുമ്പ് സ്കൂളിന്റെ അധികൃതർ കാട്ടുകയാണെങ്കിൽ മിസ്ലയെ പോലെ ഒരു കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നോ? ഇപ്പൊ ഇതാ നമ്മൾ കേട്ടത്, മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളില് അനീഷ് എന്ന് പറയുന്ന അധ്യാപകന് ലാബിലെന്ന് ഷൂ ഇട്ട് കയറിയതിന്റെ പേരില് അബ്ദുൾ റബ്ബിന്റെ മണ്ഡലത്തില് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവരിക്കുന്ന മൂന്നിയൂർ സ്കൂളിന്റെ മാനേജർ ആ ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴയിലെ ലോഡ്ജിൽ ഞാൻ ജയിച്ചു എന്ന് രക്തം കൊണ്ട് ചുമരിലെഴുതി അനീഷ് കുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കേരളത്തിനകത്ത് രക്തസാക്ഷിയായിരിക്കുന്നു. എന്തിനു വേണ്ടി? അബ്ദുൾ റബ്ബിനൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ആ മാനേജർ അബ്ദുൾ റബ്ബിന്റെ കുടുംബമാണ്, മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, മുസ്ലിം ലീഗ് മാനേജറായിട്ടുള്ള സ്കൂളാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പോലും മുസ്ലിം ലീഗുകാരെ അവസാനമായിട്ട് ആ ചെറുപ്പക്കാരന്റെ മൃതശരീരം മുനിയൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുമ്പോ 2 വർഷമായി നയാ പൈസ ശമ്പളം വാങ്ങാതെ മുനിയൂരിലെ മക്കളെ പഠിപ്പിച്ച കുട്ടികൾക്ക് അവസാനമായി അധ്യാപകന്റെ മൃതദേഹം കാണാൻ സ്കൂൾ മുറ്റത്ത് ഒരു മൃതശരീരം വെക്കാൻ പോലുമുള്ള അനുമതി കൊടുക്കാതെ മുസ്ലിം ലീഗുകാര് അതിന്റെ ഗേറ്റ് അടച്ചു പൂട്ടുമ്പോ അതൊന്ന് വിളിപ്പിച്ച് തുറന്നു കൊടുത്തുകൊണ്ട് മരിച്ച ശവത്തെ പോലും നിന്ദിച്ചുകൊണ്ട് അവസാനം പീഡികക്കോലായുടെ വരാന്തയില് വെച്ച് കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും കണ്ടുമടങ്ങുന്ന രീതിയിലേക്ക് മിസ്സിനെ പോലെ അനീഷിനെ പോലെയുള്ള നിരവധിയായ ചെറുപ്പക്കാരുടെ കുട്ടികളുടെ മരണത്തിന്റെ വകുപ്പായിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മാറുകയാണ്. ഇനിയിപ്പോ 3ാമത് വേറൊരു മരം വരാൻ പോവുകയാണ്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് കഴിഞ്ഞ വർഷം ഡിഗ്രി പാസ്സായവർക്ക് ഇതുവരെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എന്താ കാരണം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള തർക്കം. ആ തർക്കം പരിഹരിക്കാൻ അബ്ദുൾ റബ്ബ് കൃത്യമായി ഇടപെട്ടില്ല എങ്കിൽ 38,000-ഓളം വരുന്ന കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാത്തത് കൊണ്ട് തുടർ പഠനത്തിനോ ജോലിക്കോ കഴിയാതെ കുട്ടികൾ ഈ കേരളത്തിനകത്ത് ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച വരെ നമ്മൾ കാണേണ്ടി വരും. പിന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ ആര്യയുടെ മുഹമ്മദാണ്. മൂപ്പരെ ഭാര്യക്കൊന്നാൾ പറയണത്, സോഫിയ ഉറക്കത്തിൽ 2 കാര്യമാണ് പറയുന്നത്. 1 കൂട്ടും, 2 പൂട്ടും. വൈദ്യുതി ബില്ല് ഞാൻ കൂട്ടും, KSRTC ഞാൻ പൂട്ടും. അത് നമ്മൾ കണ്ടതാണ്. അധികാരം കിട്ടിയിട്ട് പത്രസമ്മേളനം നടത്തുക, 1.5 മാസം കഴിഞ്ഞ് എന്താ പറഞ്ഞത്? ലീഗുകാരനടക്കം കേട്ടതാണ്. എന്താ പറഞ്ഞത്? ഒക്കൂലട്ടോ കൂട്ടേണ്ടി വരും, ഒക്കൂലട്ടോ കൂട്ടേണ്ടി വരും. 4%, 8%, 16% വരെ കരണ്ട് ബില്ല് കൂട്ടിയില്ല. അങ്ങനെ കൂട്ടുമ്പോ എപ്പോഴെങ്കിലും മുസ്ലിം ലീഗുകാരൻ ഒരു പച്ചക്കൊടി എടുത്തുകൊണ്ട് കേരളത്തിലെ വൈദ്യുതി വകുപ്പിനെതിരെ ഒരു പ്രകടനമെങ്കിലും വിളിച്ചോ? വിളിക്കണ്ട. ആര്യയുടെ മുഹമ്മദ് അധികാരത്തിൽ കയറുന്ന അന്നു മുതൽ ലീഗിനെ തെറി പറഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകാറ്. ആ വകുപ്പിലെ ഒരു ക്രമക്കേടിനെതിരെ പോലും കൊടിയെടുക്കാതെ നിങ്ങൾ എന്തിനാ പിന്നെ അവിടെ എടുത്തു വെച്ചെന്നാ ചോദിക്കാനുള്ളത്? ആ വൈദ്യുതി വകുപ്പിനകത്ത് കരണ്ട് ബില്ല് കൂടുന്നത് എന്താണ്? നമുക്ക് കാര്യം മനസ്സിലായി. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്. ഓരോ വകുപ്പിനകത്തും സുപ്രീം കോടതിക്കകത്തും ഹൈക്കോടതിക്കകത്തും വാദിക്കാൻ ചില വക്കീലന്മാരെ നിയമിക്കും. ആ വക്കീലന്മാര് ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് വൈദ്യുതി വകുപ്പിൽ 4 വക്കീലന്മാര്, അവർക്ക് 1 വർഷം കൊടുത്ത ശമ്പളം 6 ലക്ഷം രൂപ. UDFന്റെ ഭരണകാലത്ത് 4 ഉള്ളത് 24, 6 ലക്ഷം കൊടുത്തിടത്ത് 68 ലക്ഷം കൊണ്ടുപോയി തിന്നോട്ടെ. വക്കീലന്മാര് തടിച്ചു കൊഴുത്തോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ആ വക്കീലന്മാര് സുപ്രീം കോടതിക്കകത്തും ഹൈക്കോടതിക്കകത്തും ഒരു സൈക്കിൾ കട്ട കേസിന് വാദിക്കാൻ പോയതുപോലെ പോയിട്ട് മുല്ലപ്പെരിയാറ് 60 ലക്ഷം വരുന്ന മനുഷ്യരുടെ ജീവൻ ഒറ്റയടിക്ക് തമിഴ്നാടിന് തീരെഴുതി കൊടുത്തു. അപ്പൊ നമ്മൾ വിചാരിച്ചു മുല്ലപ്പെരിയാറോടെ നിൽക്കുന്നില്ല. കേരളത്തിലെ 3 ഡാമുകൾ കൂടി തമിഴ്നാടിന് കൊടുത്തിട്ടുണ്ട്. അതും കൂടി വാങ്ങിയിട്ടാണ് നമ്മളെ ജയിലിൽ പോയത് കേട്ടോ. പിടിക്കുക. ആ മിടുക്ക് നമ്മുടെ ആര്യാടനില്ല. ആര്യാടൻ ഉദ്യോഗസ്ഥനെ പറഞ്ഞ് ചർച്ചയ്ക്ക് പറഞ്ഞേക്കാം. ചർച്ചയ്ക്ക് പോയ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു? ജയിലെഴുതാണ്ട് കൊടുത്ത തൈര് സാധവും സാമ്പാറൊക്കെ കൂട്ടിക്കുഴച്ച് നല്ലോണം കിടന്നുറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. പറഞ്ഞയച്ച ആര്യാടനോ പോയ പൊട്ടനോ വന്ന് പറയണ്ടേ, പോയിട്ട് എന്തായിരുന്നു? ആര്യാടൻ ചോദിച്ചില്ല. ഞാൻ പോയിട്ട് ഇന്നതൊക്കെ സംഭവിച്ചു എന്ന് ഈ ഉദ്യോഗസ്ഥനും പറഞ്ഞില്ല. അവസാനം 1.5 മാസം കഴിഞ്ഞപ്പോ നിയമനിർമ്മാണ സഭ കൂടുക. അപ്പൊ ഇടതുപക്ഷത്തിന്റെ MLA ജമീല പ്രകാശം എണീറ്റ് നിന്നുകൊണ്ട് ഇതുപോലൊരു പേപ്പർ ഉയർത്തി കാണിച്ചുകൊണ്ട് ആര്യയുടെ മുഹമ്മദിനോട് ചോദിച്ചു, അല്ല കേരളത്തിലെ 3 ഡാമുകൾ എവിടെ? അപ്പൊ ഉറങ്ങിയായിരുന്നു ആര്യടൻ. അപ്പുറത്തുള്ള മന്ത്രി തോണ്ടി നെട്ടിയണമെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ആ ഡാം 3 തമിഴ്നാടിലെ ജയലളിതാന്റെ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും എഴുതു വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പെരുമഴ ഇങ്ങനെ നിൽക്കാതെ പെയ്താലും ആ വെള്ളം ഒന്ന് ശേഖരിച്ചു വെക്കാൻ കേരളത്തിലെ ഡാമുകൾ മുഴുവൻ തമിഴ്നാടിന്റെ കയ്യിലാകുമ്പോ കരണ്ട് ബില്ല് വർദ്ധിച്ചതിലും കൂടുതൽ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. മാതൃക കാണിച്ചു തന്നില്ലേ ഇടതുപക്ഷം? വൈദ്യുതി വകുപ്പ് മന്ത്രി AK ബാലനായപ്പോഴല്ലേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ആദ്യമായി സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ജില്ലയായി പാലക്കാട് ജില്ലയെ ചുരിദാറിട്ട് മൻമോഹൻ വന്ന് പ്രഖ്യാപിച്ചത്. 140 നിയോജക മണ്ഡലങ്ങള് 86ലും സൗജന്യം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത്. ഒരു നയാ പൈസ പോലും കരണ്ട് ബില്ല് കൂട്ടാത്ത, ഒരു ദിവസം പോലും പവർ കട്ട് ഏർപ്പെടുത്താത്ത കേരളത്തെ മാതൃക കാണിച്ചു തന്നിട്ട് എന്തേ ഇങ്ങനെ ആയത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നുള്ളത് നമ്മൾ ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി നല്ല സൂപ്പറാണ്. മോഹൻലാലൊക്കെ അവിടെ നിൽക്കുള്ളൂ. ശിവകുമാർ എന്തൊരു ഭംഗിയാണ്, അത്യാവശ്യം ആരോഗ്യമുണ്ട്. നത്തോലി പോലത്തെ ഒരു ആരോഗ്യമന്ത്രി അടങ്ങാൻ അമ്മക്ക് തന്നെ നാണക്കേടാണ്. 3.25 കോടി ജനങ്ങളുടെ ആരോഗ്യമന്ത്രി അതാ പോണെന്ന് പറഞ്ഞ ഒരു ഊട്ടൂരിയ പാറും. ഇത് നല്ല പൈസ. ആ ശിവകുമാർ ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി 5 പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത് കേരളത്തിൽ ഓരോ വർഷവും 50,000 പുതിയ ക്യാൻസർ രോഗികൾ കടന്നു വരുന്നുണ്ട്.
അപ്പോഴാണ് ഞങ്ങള് കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖ ക്യാൻസർ ഹോസ്പിറ്റലായ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെന്ന് വിവരാവകാശ നിയമപ്രകാരം ഒരു കണക്കെടുത്തത്. ആ കണക്കിൽ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞ 2013 എന്ന് പറയുന്ന ഒരു വർഷത്തില് കേരളത്തിൽ നിന്നും മാത്രം 1,78,523 ക്യാൻസർ രോഗികൾ അവിടെ ചികിത്സക്കെത്തിയിട്ടുണ്ട്. അതിന് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് സൗജന്യമായി ചികിത്സ കൊടുത്തത് 4,088 പേർക്ക് മാത്രമാണ്. ക്യാൻസറിന് കുടിക്കുന്ന മരുന്നിന്റെ പേരാണ് പ്രിയപ്പെട്ട നാട്ടുകാര് കാസ്പജൻ എന്ന് പറയുന്ന മരുന്ന്. ആ കാസ്പജൻ എന്ന് പറയുന്ന ഒരു മരുന്ന് 40 എണ്ണം ഒരു രോഗി കഴിക്കണം എന്നതാണ് നിയമം. ഒരു മരുന്നിന്റെ വില 9,990. 40 മരുന്ന് ഒരു ക്യാൻസർ രോഗി കഴിക്കുമ്പോ കെട്ടുതാലി വിറ്റ് ഉള്ള 5 സെന്റ് വിറ്റ് 10 സെന്റിൽ 5 സെന്റ് വിറ്റ് വീടിന്റെ ആധാരം ബാങ്കിൽ പോയി വെച്ച് ഒരു ക്യാൻസർ രോഗിയുടെ കുടുംബം 4 ലക്ഷം രൂപ ഒരു മരുന്നിന് വരെ ചെലവാക്കാണ്. ഇത് ആരാ നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റാണ്. സരിതന്റെ പിന്നാലെ പോണം. 143 മരുന്നുള്ളത് 75 ആക്കി. അപ്പോഴാണ് നമ്മളെ ഷാലു മേനൻ കുടിയിരിക്കൽ പറഞ്ഞത് പാല് കാച്ചാൻ പോണം. 75 43 ആക്കി. 43 ഇപ്പൊ 24 ആക്കി. ഇപ്പൊ വെറും 13 മരുന്നുകളുടെ വില മാത്രമേ ഗവൺമെന്റ് നിശ്ചയിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ജനങ്ങളുടെ ക്യാൻസർ എങ്ങനെയാണോ മനുഷ്യന്റെ ശരീരത്തെ കാർന്നു തിന്നുന്നത്, അതുപോലെ ഈ നാട്ടിലെ മനുഷ്യന്റെ ഈ ആരോഗ്യം കൊണ്ടുണ്ടാക്കുന്ന അധ്വാനത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആയിക്കൊണ്ട് ഇവിടുത്തെ മെഡിക്കൽ കമ്പനികൾ വളർന്നു വരിക. ഞങ്ങളുടെ നാട്ടിലൊരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ അവിടെ പോയിട്ട് റിസപ്ഷനിൽ നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞു, ഡോക്ടർ അബ്ദുൽ ഗഫൂർ, ഫീസ് എത്ര? 100. എന്നോട് പേര് ചോദിച്ചു സോഫിയ. വയസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഇടയിൽ ഞാനിങ്ങനെ നെയിം ബോർഡിൽ നോക്കുക. ഒരുപാട് ഡോക്ടർമാരുടെ പേരുണ്ട്. വെറുതെ എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ കുട്ടിനോട്. ജോൺ അബ്രഹാം മാത്യു, ഫീസ് എത്ര വെച്ചു? 150. അപ്പോഴാണ് ഞാൻ നിർത്തിയത്. അബ്ദുൽ ഗഫൂർ 2 പേരാ 100. ജോൺ അബ്രഹാം മാത്യു 3 പേരുണ്ട് 150. ഇക്കണക്കിന് 4 പേരുള്ള ഒരാൾക്ക് 200. ഇതൊന്നും നിയന്ത്രിക്കാനില്ലാത്ത രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് പോവാം. ഞങ്ങളുടെ നാട്ടിലാണല്ലോ മലപ്പുറത്തുനിന്ന് വരെ ഞാൻ മുസ്ലിം ലീഗുകാര് ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി, കുച്ചിപ്പുടി, ഭരതനാട്യം, പച്ചക്കൊടി 25 ലക്ഷത്തിന്റെ മാമാങ്കം നടത്തിയ ഒരു മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് കൊണ്ടുവന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞ് ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ വഴി ഒരു പൊതുയോഗത്തിന് പോകുക. മെഡിക്കൽ കോളേജിന്റെ മുമ്പിലെത്തിയപ്പോൾ ബസ്സിലെ കിളി മെഡിക്കൽ കോളേജ് ആറും കണ്ടോ സന്തോഷമായി. ജനിച്ച നാട്ടിലൊരു മെഡിക്കൽ കോളേജ്, ഇവിടേക്കാണ് ഞങ്ങൾ വരിക. നമ്മുടെ നാട്ടിലൊരു മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, സന്തോഷമായി. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുമ്പോൾ ബസ്സിലെ കിളി മാറ്റി വിളിക്കുക, ജില്ലാ ആശുപത്രി. ഞാൻ ചോദിച്ചു, എന്തേടാ കിളി, മെഡിക്കൽ കോളേജ് എവിടെടാ വെച്ചു? അപ്പൊ എന്നോട് പറഞ്ഞു, സഖാവ് നിങ്ങൾ പ്രസംഗിക്കാൻ നടക്കണമില്ലേ, നിങ്ങൾക്കൊരു കാര്യമുണ്ട്, നിങ്ങൾ അതിന്റെ കാഷ്വാലിറ്റിയിൽ പോയി നോക്കി. അവിടെ ഇറങ്ങി ഞാൻ കാഷ്വാലിറ്റിയിൽ പോയിട്ട് ഒന്ന് തിരിഞ്ഞു. കോഴിക്കോട്ട് നിന്ന് ഏതെങ്കിലും ലീഗുകാരൻ മഞ്ചേരി വരുന്നുണ്ടെങ്കിൽ കാഷ്വാലിറ്റി പോയിട്ട് ഒന്ന് തിരിയണം. ഒരു അപേക്ഷയാണ്. തിരിയുമ്പോൾ 5 നോട്ടീസ് ഉണ്ട്. അതിലെന്താ കൊടുത്തത് അറിയോ? 1, ഈ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയിട്ടില്ല, അൽഹംദുലില്ലാഹ്. 2, ഗുരുതരമായ രോഗികളെയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്, ആയിക്കോട്ടെ. 3, രോഗിയുടെ ജീവൻ വിലപ്പെട്ടതാണ്, കൂടെയുള്ളവർ ശ്രദ്ധിക്കുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഒപ്പ് സീല്. എന്തായിരുന്നു ഭരതനാട്യം? ഇപ്പൊ എന്താ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസില് മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഒരു മെഡിക്കൽ കോളേജായി പ്രവർത്തിക്കാനുള്ള അംഗീകാരമില്ല എന്ന് പറഞ്ഞ് അത് റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. ആരോഗ്യവകുപ്പിന്റെ പോക്കാ പറഞ്ഞത്. ഇനിയിപ്പോ ഉമ്മൻചാണ്ടിന്റെ നാടകം തുടങ്ങാനായി. എന്താ നാടകത്തിന്റെ പേര്? ജനസമ്പർക്ക പരിപാടി. ചന്ദ്രിക മനോരമ ഇങ്ങനെ പത്രം പിരിച്ചിട്ട് എഴുതുക, ജനകീയനായ നേതാവ്. പത്രത്തിൽ നോക്കുമ്പോ എന്താ കാണുന്നത്? ഒരു കൈ ആയുർവേദത്തിന്റെ ഡോക്ടർ ഉഴിഞ്ഞൊടുക്കുക, ഇപ്പുറത്തെ യുനാനി, കാലുമ്പ അലോപ്പതി, തലേന്ന് ഹോമിയോപ്പതി. മുടി ചീകാൻ നേരമില്ലാത്ത ഉമ്മൻചാണ്ടി കൊടുക്കാൻ ചന്ദ്രിക. ഭീകരെ എന്താ നിങ്ങളോട് പറയാം? ഉമ്മൻചാണ്ടിക്ക് മുടി ചീകാൻ നേരം ഞാനിട്ടല്ല. ഞാനൊക്കെ സ്കൂളൊക്കെ അതിന് പോകുമ്പോൾ ഈ ബദാമിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, വവ്വാലിയും വിടുന്നത്, അതേമാതിരി ഒരു തലയാണ്. അതൊരു സ്റ്റൈലാണ്. ഇപ്പോഴത്തെ യോയോ സ്റ്റൈലുമാതിരി ഒരു സ്റ്റൈലാണ്. മുടി ചീകാൻ നേരം ഞാനിട്ടൊന്നുമില്ല. അതിനാത്രം വലിയ പരിപാടിയൊന്നും ഇപ്പോൾ അവിടെ ജനസമ്പർക്കത്തിൽ നടത്തുന്നുണ്ടോ?
അങ്ങനെ ജനസമ്പർക്കത്തിൽ നടത്തുമ്പോൾ ഈ നാട്ടിലെ ലീഗുകാരനും കോൺഗ്രസുകാരനടക്കം വീടുകളിൽ കയറി സ്ത്രീകളോട് പറഞ്ഞു, താത്ത ചേച്ചിയെ നീലക്കാടല്ലേ ചുവപ്പ് കാർഡാക്കണ്ടേ? എത്ര പേർക്ക് കിട്ടി? ഞങ്ങൾ പറഞ്ഞതാണ്, ഭക്ഷ്യമന്ത്രി AK ആന്റണി കേരളം ഭരിച്ചിരുന്ന കാലത്താണ് റേഷൻ കാർഡ് എന്നുള്ള ഒരു റേഷൻ കാർഡ് APL-ഉം BPL-ഉമാക്കി വേർതിരിച്ചത്. അതേ കോൺഗ്രസ്സുകാരും ലീഗുകാരും നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് നീലക്കാർഡ് ചുവപ്പ് കാർഡാക്കി തരാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ചന്ദ്രികക്കും മനോരമക്കും മുഖ്യമന്ത്രിയുടെ കാൽപാദം നക്കാൻ 10,000 ഒഴുകിയെത്തുന്നു എന്ന ചിത്രം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ എന്തിനാ? 1 രൂപക്കാരിയുടെ തുണി ഇങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് അതിവേഗം ബഹുദൂരം സരിത കേരളം 1 രൂപക്കാരി പറഞ്ഞതല്ലേ? അന്വേഷിക്ക്, ലീഗുകാരനോ കോൺഗ്രസുകാരനോ BJP-കാരനോ സംശയങ്ങളോ എല്ലാവരും അന്വേഷിക്ക്. സപ്ലൈ ഓഫീസിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ട് കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് 1 കൊല്ലം ഈ നാട്ടിലെ ആളുകൾക്ക് റേഷൻ കൊടയിൽ കൂടി കൊടുത്ത അരിയുടെ കണക്കെടുക്കി. എന്നിട്ട് ഇപ്പൊ ഉമ്മൻചാണ്ടി 1 രൂപക്ക് തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയിരുന്നതിന്റെ കണക്കെടുക്കി. 10,000 ടൺ അരിയുടെ വ്യത്യാസം ഒരു സാധനത്തിൽ മാത്രം കാണാം. ആ രീതിയിലേക്ക് ഗവൺമെന്റ് പോകുക. ഞങ്ങളുടെ നാട്ടിൽ ജനസമ്പർക്ക പരിപാടി പേടിയാണ്. എനിക്ക് ആ സാധനം തന്നെ കേൾക്കുമ്പോൾ പേടി. എന്താണെന്ന് പറയുക, ഞങ്ങളുടെ നാട്ടില് ഈ റിയാദിൽ നിന്ന് ബിൽഡിങ്ങിന്റെ മേലെന്ന് പോലും